മന്നയിട്ട് വെച്ച പൊൻപാത്രമാണ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. മന്ന എന്ന വാക്കിൻ്റെ അർത്ഥം ഇതെന്ത് എന്നാണ്. ഒരിക്കലും വ്യാഖ്യാനിക്കാൻ സാധിക്കാത്ത ഒരു പദമാണ്, ഒരു വിശിഷ്ടമായ ഭക്ഷണമാണ് മന്ന. ആർക്കും പറയാൻ സാധിക്കില്ല, വിവരിക്കാൻ സാധിക്കില്ല. വിശുദ്ധ കുർബാനയുടെ പ്രാഗ്രൂപമാണ് മന്ന എങ്കിൽ വിശുദ്ധ കുർബാനയും ആർക്കും വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല. അതാണ് പരിശുദ്ധ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം. വ്യാഖ്യാനാതീതമാണ്, വിവരണാതീതമാണ്, ദിവ്യമായ രഹസ്യമാണ്. പ്രൊട്ടസ്റ്റന്റ് തത്വചിന്തകന്മാരൊക്കെ അത് വിശ്വാസമുള്ളവർക്ക് തിരുശരീര രക്തങ്ങളെന്നും അല്ലാത്തവർക്ക് സാധാരണ അപ്പവീഞ്ഞുകളെന്നും പഠിപ്പിക്കാറുണ്ട്. കത്തോലിക്ക പണ്ഡിതന്മാരൊക്കെ അത് വസ്തുമാറ്റ സിദ്ധാന്തമായി, ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ തിയറി എന്ന് പറയുമ്പോൾ അത് ഏമാതിരി നിശിതമായി മാറ്റപ്പെടുന്നു എന്ന് പറയുന്നു. പക്ഷേ പരിശുദ്ധ സഭാപിതാക്കന്മാർ പറയുന്നു അത് ദൈവത്തിൻ്റെ ഒരു കാരുണ്യമാണ്, ദൈവികമായ രഹസ്യങ്ങളുടെ ഭാഗമാണ്. അതിനപ്പുറം ഒരു വ്യാഖ്യാനത്തിന് ഇടയില്ല. അത് അനുഭവിക്കുക എന്നുള്ളത് സ്വർഗരാജ്യത്തിലേക്കുള്ള നിത്യജീവന്റെ വഴിയാഹാരമായി മന്നയിട്ട് വച്ച പൊൻപാത്രമായി മറിയോ. 40 വർഷം ഒരു ജനതയെ മുഴുവൻ പോഷിപ്പിച്ച ഭക്ഷണമാണ് മന്ന. സങ്കീർത്തനത്തിൽ പറയുന്നു, 78-ാം സങ്കീർത്തനത്തിൽ അവർക്ക് സ്വർഗീയ ധാന്യം കൊടുത്തു. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ഒരു ധാന്യമായിരുന്നു മന്ന എന്നത്. അതേ പ്രകാരം ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കേവലം 70 പേരുമായി അവർ യാത്ര പുറപ്പെട്ടതാണ് യാക്കോബിൻ്റെ വാസസ്ഥലത്ത് നിന്നും. ഈജിപ്തിൽ പോയി അവിടെ നിന്നും ആ പ്രയാണം തുടങ്ങിയപ്പോൾ ഏതാണ്ട് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ 6 ലക്ഷം പുരുഷന്മാർ മാത്രം, സ്ത്രീകളെയും കുട്ടികളുടെയും കണക്കെടുക്കാത്തൊരു പഴയ കാലത്ത് അവർ യാത്ര പുറപ്പെട്ടു. ഈ ജനതതി മുഴുവൻ ഇങ്ങനെ പ്രയാണത്തിലൂടെ വളർന്ന് ശക്തി പ്രാപിച്ചു. മോവാബിലെത്തിയപ്പോൾ മോവാബി രാജാവ് ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്ന് ഈ ജനസഞ്ചയത്തെ കണ്ടിട്ട് പറയുന്ന ഒരു വാചകമുണ്ട്: കാള പുല്ല് നക്കുന്നത് പോലെ ജനക്കൂട്ടം ഈ രാജ്യമെല്ലാം നശിപ്പിച്ചു കളയുമല്ലോ, കീഴടക്കി കളയുമല്ലോ. മരുഭൂമിയിൽ അവരെ അത്രമാത്രം പരിപോഷിപ്പിച്ച് അവർക്ക് മറ്റൊരു ഭക്ഷണമില്ല, അവർക്ക് മറ്റൊരു ഒരു പോഷക വസ്തുക്കളില്ല. അടുക്കളയില്ലാതെ, കലവറക്കാരില്ലാതെ, കാവൽക്കാരില്ലാതെ, വിളമ്പുകാരില്ലാതെ ദൈവം നേരിട്ട് നൽകിയ മന്ന. അപ്പൊ മന്ന എന്ന ആ അത്ഭുത ഭക്ഷണത്തെ തിരിച്ചറിയുന്നവർക്ക് മാത്രമേ മറിയമെന്ന ആ പേടകത്തെയും തിരിച്ചറിയാൻ സാധിക്കും. മന്ന ഒരിക്കലും ഒരു സാധാരണ ഭക്ഷണമേ അല്ല. മന്നയെ ഒരു കേവല ഭക്ഷണമായി കരുതുന്നവർക്ക് മറിയമ്മനെ ഒരു പക്ഷേ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ മന്നയെ ഒരു വിശിഷ്ട വസ്തുവായി കരുതുന്ന ആളുകൾക്ക് മറിയമ്മനെ അതിവിശിഷ്ടമായ ഒരു പേടകമായി തന്നെ, അമ്മയായി, വാഹകയായി e modo que só mal